ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇടിച്ചക്ക, ഇന്ന് ഇടിച്ചക്ക കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇടിച്ചക്ക ഷുഗറിനും ഏറ്റവും നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചുളയൊന്നും ഉണ്ടാവാത്ത പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇടിച്ചക്ക ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തെ കരിമുള്ള് മാത്രം ചെത്തി കളഞ്ഞാൽ മതി. വേറെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ്. ഇളയത്ത ചക്ക ആയതുകൊണ്ട് നല്ല കറയാണ്. നമ്മൾ കരിമുള്ളെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് വെറുതെ വട്ടത്തിൽ കണ്ടിച്ചിട്ട് ആവി പുഴുങ്ങിയെടുക്കുക, എന്നിട്ട് ചതച്ചെടുക്കാം. അതല്ല, പച്ചയ്ക്ക് തന്നെ നമ്മൾ ചതച്ചിട്ട് കടുക് വറുത്തിട്ടെടുക്കാം. ഇത് ഞാൻ ഇന്ന് പച്ചയ്ക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ആവി പുഴുങ്ങിയൊക്കെയാണ് എടുത്തേക്കുന്നത്. പച്ചയ്ക്ക് എങ്ങനെ ചെയ്യുന്നെന്ന് കാണിക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നോക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അടുപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില, സ്വല്പം ജീരകപ്പൊടി ഇടുകയാണ്. ഇനി വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. കാന്താരി എരിവും ഉണ്ട്, ടേസ്റ്റും പച്ചമുളക് അരയ്ക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. വെളുത്തുള്ളിയും ചേർക്കണം. നല്ല പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് പരിപ്പിട്ട് വറുത്തെടുക്കുകയാണ്. ഉഴുന്ന് പരിപ്പെല്ലാം ചുമന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഉണ്ടല്ലേ, വേവാൻ ആവശ്യമായിട്ട് കൈ തളിച്ച് വെച്ചാൽ മതി. നമ്മുടെ ചക്കത്തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തോന്നൊക്കെ കിട്ടി, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ചില കരിവേപ്പില പച്ചയായിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ചക്കയുടെ സീസണാണ്. നമുക്ക് ചെറിയ ചക്കയൊക്കെ തോരനൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.